നഗരസഭാ ചെയർപേഴ്സണായി മൂവാറ്റുപുഴയെ നയിക്കാനുള്ള നിയോഗം ആർക്ക്? 24-ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജോയ്സ് മേരി ആന്റണി, 25-ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന പി രജിത എന്നിവരുടെ പേരുകളാണ് രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ആരുടെയും പേരുകൾ ഔദ്യോഗികമായി പുറത്തുവരാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ചർച്ച സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ഉണ്ടായതെന്ന ചിന്തയിലാണ് നേതൃത്വം. രണ്ടാം വട്ടം കൗൺസിലറായ അസം ബീഗത്തിനും ജോയ്സിനോളം തന്നെ ചെയർപേഴ്സൺ സ്ഥാനത്തിന് സീനിയോറിറ്റി കൊണ്ട് അർഹതയുണ്ടെങ്കിലും അവരുടെ പേര് ശക്തമായി ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. ജോയ്സ് ഒരു ടൈം കൗൺസിലറായി അനുഭവ പരിചയമുള്ളയാളും കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ പഴയ ഇടതുകോട്ടയിൽ CPM സംസ്ഥാന നേതാക്കളുള്ള വാർഡിൽ ഇക്കുറി മത്സരിച്ച് ജയിച്ചയാളുമാണ്. രജിതയാകട്ടെ സഹകരണ മേഖലയിൽ അനുഭവ പരിചയമുള്ള സംഘടനാ നേതാവും BJPയുടെ കുത്തക വാർഡിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടെ അട്ടിമറി വിജയം നേടി വിജയിച്ച കോൺഗ്രസ് പ്രവർത്തകയുമാണ്. ജീവിത സാഹചര്യങ്ങളോട് പൊരുതിക്കയറിയ വനിതയാണ് ജോയ്സ് മേരി ആന്റണി. ജോയ്സിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ സുഹൃത്തുക്കളും പ്രവർത്തകരും സജീവമാണ്. മഹിളാ കോൺഗ്രസ് ജില്ലാ IT കോർഡിനേറ്റർ, KPCC റിസോഴ്സ് പേഴ്സൺ എന്നീ നിലകളിൽ പ്രവർത്തിച്ച പരിചയം ജോയ്സിനുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്നയാളാണ് പി രജിത. ദീർഘകാലം ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ച അനുഭവം അവർക്കുണ്ട്. നിലവിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് യാതൊരു പ്രതീക്ഷയുമില്ലാതിരുന്ന 7-ാം വാർഡിൽ മത്സരിച്ച് പരാജയപ്പെട്ട രജിത ഈ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ ഒരു വനിത നേടുന്ന ഏറ്റവും ഭൂരിപക്ഷം നേടിയാണ് BJPക്കെതിരെ അട്ടിമറി വിജയം നേടിയത്. നഗരസഭയിൽ വൻ വിജയം സമ്മാനിച്ചതിൽ നിർണായക പങ്കുവഹിച്ച സ്ഥാനമൊഴിയുന്ന മുനിസിപ്പൽ ചെയർപേഴ്സൺ PP എൽദോസിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാകും. ജോയ്സിന് വേണ്ടി സ്ഥാനാർത്ഥി നിർണയ വേളയിലടക്കം ഇടപെട്ട സഭാ നേതൃത്വം രംഗത്തുണ്ടെന്ന വാർത്തകളെ തുടർന്ന് NSS അടക്കമുള്ള വിവിധ ഹിന്ദു സംഘടനകൾ രജിതയ്ക്കായി ശബ്ദമുയർത്തിയിട്ടുണ്ട്. പരസ്യമായല്ലെങ്കിലും തങ്ങളുടെ ആഗ്രഹം കോൺഗ്രസ് നേതൃത്വത്തെ അവർ അനൌദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. വിവിധ കാലയളവിൽ നഗരസഭ ഭരിച്ച കോൺഗ്രസ് മുന്നണി KR സദാശിവൻ നായർക്ക് ശേഷം ഒരു ഹിന്ദുവിനെ സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല എന്നതാണ് രജിതയ്ക്ക് അനുകൂലമായി ഇവർ ഉയർത്തുന്ന വാദം. ഈഴവ സമുദായത്തിന് മേൽക്കൈയുള്ള വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജോയ്സിന് പ്രാദേശിക SNDP നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഒരു വിഭാഗത്തെയും വെറുപ്പിക്കാൻ UDF നേതൃത്വം തയ്യാറായേക്കില്ല. ഇരുവരുടെയും കാര്യത്തിൽ സമവായത്തിലെത്താൻ UDF നേതൃത്വത്തിന് കഴിഞ്ഞില്ലെങ്കിൽ 2.5 വർഷം വീതം രണ്ടുപേർക്കും വീതിച്ചു നൽകാൻ തീരുമാനിച്ചേക്കും. എന്നാൽ കഴിഞ്ഞ ടൈമിൽ പങ്കുവയ്ക്കലില്ലാതെ PP എൽദോസിന്റെ നേതൃത്വത്തിലെ 5 വർഷ ഭരണവും നഗരസഭയിൽ UDFന് വ്യക്തമായ മേൽക്കൈ നേടുന്നതിന് ഒരു കാരണമായിട്ടുണ്ട് എന്നതിനാൽ കാലാവധി വീതം വയ്ക്കുന്നതിനോട് വലിയൊരു വിഭാഗത്തിന് വിയോജിപ്പുണ്ട്. ആര് വന്നാലും 5 വർഷം തുടരണം എന്നതാണ് പൊതുവികാരവും. ഇന്നത്തെ സാഹചര്യത്തിൽ ചരിത്ര വിജയം നേടിയ UDFന് വിമതരുടെയോ സ്വതന്ത്രരുടെയോ പിന്തുണയില്ലാതെ തന്നെ ഭരണം സാധ്യമാവുകയും ചെയ്യുമെന്നതിനാൽ പാർട്ടി നേതൃത്വത്തിന്റെ നിർണായക തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ.